ഓൺലൈൻ പണമിടപാടുകൾക്ക് വേണ്ടി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് UPI സിസ്റ്റം അഥവാ യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസിലാണ്. ആദ്യകാലത്തുള്ള ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റ്സ്, വാലറ്റ് ബേസ്ഡ് പേയ്മെൻറ്റ്സ്, നോൺ UPI ബാങ്ക് ട്രാൻസാക്ഷൻ സിസ്റ്റം ഒക്കെ മറികടന്നാണ് UPI ഒന്നാമതെത്തിയത്. UPI ഇടപാടുകൾക്ക് GPay ഉൾപ്പെടെയുള്ള പല പ്ലാറ്റ്ഫോമുകളും ഇപ്പോൾ കൺവീനിയൻസ് ഫീസ് അഥവാ പ്ലാറ്റ്ഫോം ഫീസ് ഈടാക്കുന്നുണ്ട്. സാധാരണക്കാരായ പലരും അത് ശ്രദ്ധിക്കപ്പെടുന്നതുമില്ല. ഉദാഹരണത്തിന് 279 രൂപ അടയ്ക്കേണ്ട ഒരു ഡിജിറ്റൽ TV ബിൽ ആണിത്. പേ ബിൽ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. നോക്കൂ, പേ ബിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇപ്പോഴത്തെ ബിൽ എമൗണ്ട് നോക്കുക, 281 രൂപ 90 പൈസ, അഥവാ 2 രൂപ 90 പൈസ അധികം നൽകേണ്ടി വരുന്നു. താഴെ നോക്കൂ, പ്ലാറ്റ്ഫോം ഫീ 2 രൂപ 90 പൈസ എന്ന് എഴുതിയിട്ടുണ്ട്. മറ്റൊരു ഉദാഹരണം കൂടെ, ഒരു മൊബൈൽ റീചാർജ് ജിയോ നമ്പറിലേക്ക് ഞാൻ 899 രൂപ ചെയ്യാൻ പോവുകയാണ്. ആപ്ലിക്കേഷൻ ശേഷം നോക്കുക, 900 രൂപ 90 പൈസ. തൊട്ട് താഴെ നോക്കുക, 1 രൂപ 90 പൈസയാണ് അവിടുത്തെ പ്ലാറ്റ്ഫോം ഫീ. UPI പ്രാബല്യത്തിൽ വരുന്ന തുടക്കത്തിൽ ഈ കൺവീനിയൻസ് ഫീയോ പ്ലാറ്റ്ഫോം ഫീയോ എന്നും ഈടാക്കിയിരുന്നില്ല. ഈയിടെയാണ് ഈടാക്കാൻ തുടങ്ങിയത്. തുടക്കത്തിലുള്ള പല പുതിയ പ്ലാറ്റ്ഫോമുകാരും ഇപ്പോൾ ഈടാക്കുന്നതുമില്ല. പക്ഷേ ഈയിടെയായി സിസ്റ്റത്തിൻ്റെ തകരാറ് മുഖാന്തരം UPI പണമിടപാടുകൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നുണ്ട്. UPI സെർവർ ഡൗൺ ഇഷ്യൂസ്, ട്രാൻസാക്ഷൻ ഡിലേ, ഫേക്ക് QR കോഡ് എന്ന് വെച്ചാൽ നമ്മൾ സ്കാൻ ചെയ്യുന്ന QR കോഡ് ഫേക്ക് ആകുന്നത് മുഖാന്തരം ട്രാൻസാക്ഷൻ സക്സസ് ആകാതെ വരുന്ന സന്ദർഭങ്ങൾ എന്നിവയൊക്കെ സാധാരണയായി ആൾക്കാർക്ക് ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. പലപ്പോഴും UPI മാത്രം വിശ്വസിച്ച് പർച്ചേസ് നടത്തി ഒടുവിൽ UPI വർക്ക് ചെയ്യാതിരുന്ന പല അവസരങ്ങൾ കൂടുതലായി ഈയിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പഴയതുപോലെ ATM കാർഡ് അല്ലെങ്കിൽ കുറച്ച് ക്യാഷെങ്കിലും കൈവശം വയ്ക്കുന്നത് നല്ലതായിരിക്കും. പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനായി ഈ മാസം 16-ാം തീയതി മുതൽ UPI പേയ്മെൻറ്റുകൾക്ക് ചില മാറ്റങ്ങൾ നടപ്പിലാക്കുന്നുണ്ട്. പുതിയ മാറ്റങ്ങളൊക്കെ നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ് നോട്ടിഫൈ ചെയ്തത്. ഉപഭോക്താക്കൾക്ക് പ്രയോജനകരമായി വേഗതയും സേഫ്റ്റിയും നൽകുകയാണ് ലക്ഷ്യം. UPI സ്റ്റാറ്റസിന് 10 സെക്കൻഡ് മതിയാകും. നേരത്തെ 30 സെക്കൻഡ് വരെ എടുക്കുമായിരുന്നു. പണം അയക്കുന്നതിനും സ്വീകരിക്കുന്നതിനുമുള്ള സമയം 30 സെക്കൻഡിൽ നിന്നും 10 സെക്കൻഡായി കുറയും. റീഫണ്ട് സ്റ്റാറ്റസ് വളരെ വേഗം തന്നെ നടപ്പാക്കും. ഒരു ദിവസം 50 തവണ മാത്രമേ ക്യാഷ് ബാലൻസ് നോക്കാൻ സാധിക്കൂ. സാധാരണക്കാർക്ക് ഇത് വിഷയമല്ല, പക്ഷേ കച്ചവടക്കാർക്ക് ഇത് സാരമായി ബാധിക്കും. ഒട്ടേറെ ട്രാൻസാക്ഷൻസ് ഒരു ദിവസം തന്നെ വരുന്ന കച്ചവടക്കാർ അവരുടെ ബാലൻസ് നോക്കാതെ മുന്നോട്ട് പോകുന്നത് ബുദ്ധിമുട്ടായി വരും. അതുപോലെ തന്നെ പരമാവധി 25 ലിങ്ക് അക്കൗണ്ട് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽപ്പെട്ട ഓട്ടോ പേ സെറ്റപ്പ് ട്രാൻസാക്ഷൻ തിരക്കുള്ള സമയങ്ങളിൽ അഥവാ പീക്ക് ടൈമിൽ അനുവദിക്കില്ല. ഏതിനും കുറേ മുൻകരുതലുകൾ നല്ലതാണ്. ഇത്തരത്തിലുള്ള UPI ട്രാൻസാക്ഷനെ മാത്രം ആശ്രയിക്കാതെ പഴയതുപോലെ ATM കാർഡുകളും അത്യാവശ്യം ക്യാഷും എപ്പോഴും കയ്യിൽ കരുതുക. ഏതെങ്കിലും UPI ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യാതെ ഇരുന്നാൽ മറ്റൊരു ആപ്ലിക്കേഷനിലേക്ക് ട്രൈ ചെയ്യുക. അതായത് GPay വർക്ക് ചെയ്യാതെ വന്നാൽ ഫോൺപേയോ പേടിഎമ്മോ ഒക്കെ നോക്കുക എന്നർത്ഥം. QR കാർഡ് സ്കാൻ ചെയ്ത് പണം നൽകുമ്പോൾ അതിൻ്റെ വിശ്വാസ്യത പ്രത്യേകം ശ്രദ്ധിക്കണം. UPI പിൻ നമ്പർ മറ്റാർക്കും കൈമാറാതെ ഇരിക്കുക. ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്.